ഹലോ എവരി വൺ. ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമുണ്ടാവില്ല. പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കയ്പ്പ് രസമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി അധികം കയ്പ്പൊന്നുമില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് എൻ്റെ വീഡിയോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോ പാവയ്ക്കയാണ് കേട്ടോ. അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങ, ഒരു സവോള, ഒരു 4 ചുവന്നുള്ളി, ഒരു 6 ഇതള് വെളുത്തുള്ളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് സവോളയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം. എന്നിട്ട് നമുക്ക് കടുക് വറുക്കാനായിട്ട് വെക്കാം. മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഏകദേശം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ഏതാണ്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ കടുകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായി തന്നെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി, സവോള ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ.
ഈ സവോളയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്നും ഒത്തിരി വെന്ത് വരണം എന്നില്ല. എണ്ണയിൽ കിടന്ന് ഒത്തിരി മൂത്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഗുണമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു ടീസ്പൂൺ പോരെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആകെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കണം. സവോള, വെളുത്തുള്ളി, ചുവന്നുള്ളി ഒന്നും ഇങ്ങനെ എണ്ണയിലിട്ട് നമ്മൾ ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്നും ഒത്തിരി മൂത്തില്ലെങ്കിലും നമുക്ക് മുളക് പൊടി മൂത്ത് കിട്ടും. മുളക് പൊടി ഒന്ന് മൂത്ത് കിട്ടുന്നത് ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ മുളകിൻ്റെ ഒരു കുത്ത് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യമാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാമല്ലോ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പച്ചക്കറികളിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ കുർക്കുമിൻ എന്ന് പറഞ്ഞ ആ ഗുണം നമുക്ക് നഷ്ടപ്പെടും. മഞ്ഞൾപ്പൊടിയുടെ തന്നെ ഗുണം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ വേവിക്കുന്നതാണ് നല്ലത്. ലാസ്റ്റ് ഉള്ളിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പച്ചക്കറികളുടെ കൂടെ വേവിക്കുകയാണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ട് വേവിക്കണം. എന്നിട്ട് കറി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പാവയ്ക്കയിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. പാവയ്ക്കയും തേങ്ങയും സവോളയൊക്കെ ഉള്ളപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഈ കറി വെന്തുകൊള്ളും. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം.
അപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിക്കണം. നമുക്ക് ഈ കറി വേണമെങ്കിൽ ഒന്നുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ കറി നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്പില്ലാത്ത കയ്പയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ പാവയ്ക്ക ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.